പ്രേംലാലെ, ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പരയിലെ തുടർന്നുള്ള മത്സരങ്ങളിൽ നിന്ന് ശുഭ്മാൻ ഗിൽ പരിക്കിനെ തുടർന്ന് പുറത്തായതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാൽപാദത്തിനേറ്റ പരിക്കിനെ തുടർന്നാണ് ഗില്ല് പുറത്തായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്നലെ മത്സരം നടന്നില്ല. ഇന്നലെ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഇന്നലെ മത്സരം നടന്നില്ല. ഈ അടുത്ത മത്സരത്തിൽ സഞ്ജു അന്തിമ ഇലവനിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ടോ? മാത്രമല്ല ഇനിയിപ്പോ T20 ലോകകപ്പ് വരുന്നുണ്ട്. അപ്പൊ T20 ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു ഇടം പിടിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാമല്ലേ? തുഫൈലെ, ഇത് ഇനിയുള്ള വലിയ എന്താ പറയാ വലിയ അട്ടിമറിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്ത T20 ലോകകപ്പ് പ്ലേയിങ് 11-ൽ സഞ്ജു വി സാംസൺ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ സഞ്ജു ഇനിയുള്ള എല്ലാ കളികളിലും അമ്പേ പരാജയമാകണം. അത് വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ലോകകപ്പിൽ T20 ലോകകപ്പിൽ സഞ്ജു കളിക്കും. 2024 ലോകകപ്പ് ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഗാലറിയിൽ ഇരിക്കാനായിരുന്നു വിധി. പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഒരു പക്ഷേ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഓപ്പണറുടെ റോളിൽ സഞ്ജു ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാര്യം ശുഭ്മാൻ ഗിൽ 2023 ശേഷം വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം T20 ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. വളരെ നാടകീയമായിട്ട് ഏഷ്യ കപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തെ കളിച്ച 3 മത്സരങ്ങളിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയം. കഴിഞ്ഞ മത്സരത്തിൽ 28 റൺസ് എടുത്തെങ്കിലും ഒരുമാതിരി ടെസ്റ്റ് കളിക്കുന്ന മാലയാണ് T20 കളിച്ചത്. നിർഭാഗ്യവശാൽ ഇന്നലെ ലക്നൌവിൽ നടക്കേണ്ട മത്സരം മൂടൽ മഞ്ഞുകൊണ്ട് നടന്നതുമില്ല. അപ്പൊ തൊട്ടു പിന്നാലെ വന്ന വാർത്ത അദ്ദേഹത്തിന് പരിശീലനത്തിനിടെ കാലിന് പരിക്കേറ്റു. അതുകൊണ്ട് ഇനിയുള്ള ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള T20 ടൂർണമെന്റിലെ തുടർന്നുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് വരുന്നത്. അതിപ്പോ വൈസ് ക്യാപ്റ്റനെ പിന്നെ നമ്മുടെ ഫോമില്ലായ്മ കൊണ്ട് ടീമിൽ നിന്ന് പുറത്താക്കിയെന്ന് പച്ചയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു ന്യായീകരണം എന്ന നിലയിൽ പരിക്ക് വന്നതാകാനാണ് സാധ്യത. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം BCCIയുടെ പ്രത്യേക താല്പര്യാർത്ഥമാണ് ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ T20 ടീമിലെടുത്തത്. അതുകൂടാതെ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി വരെ കൊടുത്തത്. പക്ഷെ ആ തീരുമാനം എടുത്ത നാൾ മുതൽ ഇന്ന് വരെ അമ്പം പരാജയമാണെന്നുള്ള ഇതിനോടകം തന്നെ ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. അപ്പോ ഇന്നലെ നടക്കേണ്ട മത്സരത്തിൽ സഞ്ജു സാംസൺ ഓപ്പണർ ആകേണ്ടതായിരുന്നു. പക്ഷെ ദൗർഭാഗ്യം കൊണ്ട് ഇന്നലെ മത്സരം നടന്നില്ല. പക്ഷേ ടൂർണമെന്റിലെ അവസാന മത്സരം 19-ാം തീയതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കും. അന്ന് സഞ്ജു വി സാംസൺ വീണ്ടും ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ മടങ്ങിയെത്തും എന്നുള്ളത് ഉറപ്പിക്കാം. അപ്പൊ ഇനി സഞ്ജുവിനെ മുമ്പിലുള്ള ഏക ഭീഷണി യശസ്വി ജയ്സ്വാളാണ്. പക്ഷെ യശസ്വി ജയ്സ്വാളിനെ കാലങ്ങളായിട്ട് ഇന്ത്യ T20 ടീമിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുകയാണ്. T20 കളിക്കാൻ ഗില്ലിനേക്കാൾ ഭേദം യശസ്വി ജയ്സ്വാളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഗില്ലിന് വേണ്ടി ഒഴിവാക്കപ്പെട്ട മറ്റൊരു താരമാണ്, സഞ്ജുവിനെ പോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു താരമാണ് യശസ്വി ജയ്സ്വാൾ. പക്ഷേ ഒരു ലോകകപ്പ് പോലെ ഒരു നിർണായക ടൂർണമെന്റ് വരാനിരിക്കെ ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കാനായിട്ട് BCCI തയ്യാറാകില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ മുമ്പിലുള്ള വഴികൾ ഇനി വളരെ വ്യക്തമാണ്. അപ്പോ ദക്ഷിണാഫ്രിക്ക പോയതിന് പിന്നാലെ നമ്മുടെ ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ലോകകപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ന്യൂസിലാൻഡിനെതിരെയുള്ള 5 മത്സരങ്ങൾ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവശേഷിക്കുന്ന ഒരു മത്സരം, അങ്ങനെ 6 T20 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് ലോകകപ്പിന് മുമ്പിലുള്ള തയ്യാറെടുപ്പ്. അപ്പൊ ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. അപ്പൊ പരമാവധി ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അഭികാമ്യം. അപ്പൊ നിലവിൽ BCCIയുടെ മുമ്പിലുള്ള ഏറ്റവും സേഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് സഞ്ജുവാണ്. ഒരു ഓപ്പണറായിട്ടും വിക്കറ്റ് കീപ്പറായിട്ടും ഉപയോഗിക്കാം. ജിതേഷ് ശർമ്മയെ കുറച്ചു കാലമായിട്ട് ഇന്ത്യ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം ഇതിനു മുമ്പ് നടന്ന ഇന്ത്യ എ ടീമിന്റെ മത്സരങ്ങളിൽ അദ്ദേഹം പരാജയമായിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പരാജയമായിരുന്നു. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും നേരത്തെ ഓസ്ട്രേലിയക്കെതിരെ അവശേഷിച്ച പരമ്പരകളിലെ മത്സരങ്ങളിൽ 3 മത്സരങ്ങളിലും ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കൊടുത്തിരുന്നുവെങ്കിലും അത്ര വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കളി ജിതേഷ് ശർമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സഞ്ജുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗില്ലിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഓപ്പണർ റോൾ സഞ്ജുവിന് മടക്കി കൊടുക്കാനും പറ്റും. ജിതേഷ് ശർമ്മയേക്കാൾ സാങ്കേതിക തികവുള്ള ഒരു വിക്കറ്റ് കീപ്പറെ കിട്ടുകയും ചെയ്യും. പിന്നെ മധ്യനിരയില് അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിലെ ഒരു ഫിനിഷറുടെ റോളിൽ ഹർദിക് പാണ്ഡ്യയെയോ അക്സർ പട്ടേലിനെയോ ഒക്കെ ഉപയോഗിക്കാം. വേണമെങ്കിൽ ശിവൻ ദുബെക്ക് ആ ഒരു സ്ലോട്ടിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യാം. റിങ്കു സിംഗ് ഇതിനിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. റിങ്കു സിംഗ് ടീമിലേക്ക് മടങ്ങി വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോ ഇനി സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഒഴിയുകയാണ്. കഴിഞ്ഞ കലണ്ടർ വർഷത്തില് 12 മത്സരങ്ങൾക്കിടെ നേടിയ സഞ്ജു വി സാംസനെ സംബന്ധിച്ച് വലിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹം അതിജീവിക്കേണ്ടി വന്നത്. കാരണം ശുഭ്മാൻ ഗിൽ ടീമിലോട്ട് തിരിച്ചു വന്നതോടുകൂടി അദ്ദേഹത്തിന് ഓപ്പണർ റോൾ നഷ്ടമായി. ടോപ്പ് ഓർഡറിൽ കളിക്കാൻ പോലും അവസരം കിട്ടാതെ 5-മോ 6-മോ 8-മോ ആയിട്ടൊക്കെ ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നു.
അതുമൂലം അദ്ദേഹത്തിന്റെ പ്രകടനം വലിയ രീതിയിൽ താഴോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ആ മിഡിൽ ഓർഡറിലെ സ്ഥാനം പോലും തെറിക്കുന്ന അവസ്ഥയിലായി. ഒരുപക്ഷെ പ്ലേയിങ് ഇലവനിൽ നിന്നും ടീമിന്റെ പുറത്തേക്ക് എന്നൊരവസ്ഥയിലേക്ക് സഞ്ജുവിന്റെ കാര്യങ്ങൾ എത്തിയ സ്ഥിതിക്കാണ് ശുഭ്മാൻ ഗില്ല് അമ്പേ പരാജയമായി തന്റെ ടീമിലേക്കുള്ള സെലക്ഷനെ ന്യായീകരിക്കുന്ന വിധം ഒരു പ്രകടനം പോലും നടത്താൻ ശുഭ്മാൻ ഗില്ലിന് സാധിച്ചതുമില്ല. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പരിക്ക്, ഒരു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒന്നാം ടെസ്റ്റിനിടയിൽ കഴുത്തിന് പരിക്കേറ്റാണ് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായത്. ആ പരിക്ക് സമ്പൂർണ്ണമായി ഭേദപ്പെട്ടു എന്നുള്ള ഒരു അവകാശവാദത്തിന്റെ പേരിൽ ഒരു മത്സര പരിചയം പോലും ഇല്ലാതെ പരിക്ക് കഴിഞ്ഞ് പരിക്കിന്റെ ചികിത്സ കഴിഞ്ഞ് നേരെ മത്സര വേദിയിലേക്കാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. പക്ഷെ വീണ്ടും അദ്ദേഹത്തെ പരിക്കിന്റെ പിടിയിലാക്കുന്നു. പക്ഷെ 25 വയസ്സ് മാത്രമുള്ള ശുഭ്മാൻ ഗില്ലിന്റെ കേളി മികവിനെ കുറിച്ച് നമ്മൾ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല, എഴുതി തള്ളുന്നതും ശരിയല്ല. പക്ഷെ 2020 അദ്ദേഹത്തിന് ഒരു പറ്റിയ ഫീൽഡ് അല്ല എന്ന് ഇതിനോടകം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ഫോർമാറ്റിൽ ദീർഘകാലം നയിക്കാൻ ശുഭ്മാൻ ഗില്ലിന് സാധിച്ചേക്കും. ഇനി ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും മികച്ച ഒരു ബാറ്റർ എന്ന രീതിയിൽ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി ശുഭ്മാൻ ഗിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പക്ഷേ 2020 അദ്ദേഹം ഒരു അധികപ്പറ്റാണ് ഇന്ന് ഇതിനോടകം തന്നെ BCCIക്കും സെലക്ടർമാർക്കും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനും ബോധ്യമായിട്ടുണ്ടാകും. കാര്യം ഇതുവരെ നടന്ന 3 മത്സരങ്ങളും അത് ഇന്ത്യൻ സാഹചര്യത്തിലാണ് നടന്നത്. വിദേശ പിച്ചുകളിൽ ശുഭ്മാൻ ഗില്ല് അടിപതറുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ പിച്ചുകളിൽ പോലും അദ്ദേഹത്തിന് IPL നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ന്യായീകരണമാണ് ഇതുവരെ സെലക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ പിച്ചിൽ പോലും ഗുണനിലവാരമുള്ള എതിർ ബോളർമാർ വന്ന് ബോൾ എറിയുമ്പോൾ ശുഭ്മാൻ ഗിൽ പതറുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അഹമ്മദാബാദിൽ നടക്കുന്ന അവസാന T20 മത്സരത്തിൽ സഞ്ജു വി സാംസൺ ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കളിച്ചാൽ മാത്രം അദ്ദേഹത്തിന് ടീമിൽ അടുത്ത ന്യൂസിലാൻഡിനെതിരെയുള്ള ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിക്കാം. ന്യൂസിലാൻഡിനെതിരായുള്ള 5 മത്സര പരമ്പരയിൽ ഒരു മികച്ച ഇന്നിങ്സ് ധാരാളമാകും സഞ്ജു വി സാംസണെ സംബന്ധിച്ച് അടുത്ത ലോകകപ്പ് ടീമിലും സ്ഥാനം ഉറപ്പിക്കാൻ. കാരണം സഞ്ജുവിന് എതിരാളി വാസ്തവത്തിൽ ജിതേഷ് ശർമ്മയല്ല, അത് ശുഭ്മാൻ ഗിൽ ആണെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ശുഭ്മാൻ ഗിൽ ഒരു പരാജയമാണെന്ന് അദ്ദേഹത്തിനും ബോധ്യമായിട്ടുണ്ട്, സെലക്ടർമാർക്കും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണത്തിന് നിന്ന് വിലപ്പെട്ട സമയം പാഴാക്കാൻ സെലക്ടർമാർ തയ്യാറാകില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ലോകകപ്പിൽ 2024 സഞ്ജുവിന് ഒരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നെങ്കിൽ അടുത്ത ലോകകപ്പിൽ 2026 ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ സഞ്ജു വി സാംസണ് മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെ സാധിക്കുമെന്ന് നമുക്ക് കരുതാം.